ഹായ് ഹലോ, ഞാൻ നിങ്ങളെ നാസി. ഇന്നൊരു നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് കാണാട്ടാ. സോ രാവിലെ എണിച്ച് ഫ്രഷെല്ലാം ആയിട്ട് നേരെ താഴെ വന്നിട്ടുണ്ട് കേട്ടോ. താഴെ വന്നപ്പോൾ അവിടെ തന്നെ ആയാനു ഉമ്മ എന്നെ കാണുന്നില്ല അമ്മി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഉപ്പ് രാവിലെ കാലിന് എന്താ പറയല് വെള്ളം ഇതാക്കിയിട്ട് എന്താക്കിയിട്ട് ഉപ്പൊക്കെ എന്താ പറയല് കാലിന് കുറച്ച് ചൂടുവെള്ളമാക്കിയിട്ട് ഉപ്പിട്ടിട്ട് അതിൽ കുറച്ച് നേരം വെക്കണം. അപ്പം അയ്യന് പറയുന്നില്ല, നോക്കമ്മി ഉപ്പൻ്റെ വെള്ളം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അയ്യന് മിസ്സാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ രാത്രി തന്നെ. അപ്പോൾ ഇന്ന് ക്ലീനിങ് എല്ലാം സ്റ്റാർട്ടാക്കണം. അങ്ങനെ ഓരോന്നായിട്ട് റെഡിയാകുന്നില്ല കേട്ടോ. എൻ്റെ ഡ്രസ്സ് കണ്ട ഫുള്ള് ചുരുണ്ടിട്ടുണ്ട് കേട്ടോ. അർജൻറ്റായിട്ട് ഒരു ഡ്രസ്സ് ഇട്ടത് സ്ഥിരമൊന്നും ഇടാൻ പറ്റിയിട്ട. സോ അപ്പോഴത്തേക്ക് അയ്യന് പറഞ്ഞു അമ്മി ടീ വെച്ച് തരുമെന്ന്. ഫസ്റ്റ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം. പിന്നെ ഇതല്ലേ പുറത്ത് കുറച്ച് നേരം കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തൊക്കെ ഓണാക്കിച്ച് ഫുള്ളായിട്ട് ഓണാക്കിയിട്ടുണ്ടായിട്ടാ. ടി വി ജസ്റ്റ് ഓണാക്കാൻ വെച്ചിട്ട് നേരെ പുറത്ത് വന്ന്. എന്നാൽ കുറച്ച് നേരം എനിക്ക് വെയിൽ കൊണ്ടെങ്കിൽ അത്ര നല്ലതല്ലേന്ന്. പിന്നെ എനിക്കും നല്ലതല്ലെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നേരം വെയിലത്ത് ഇരുന്നിട്ടാ. എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കും, ഇല്ലെങ്കിൽ മുകളിൽ ബാർപ്പിൻ്റെ മുകളിൽ കുറച്ച് നേരം ഇരിക്കും. വൈകുന്നേരം അതേ പണിക്കായിരിക്കും കേട്ടോ. സോ എന്ത് പറയില്ല, കുറച്ച് നേരം ആടി ഇരുന്നിട്ട് നമ്മൾ നേരെ ഉള്ളിൽ പോയി ആയി. പിന്നീട്ടാ ഞാനും എനിക്ക് ടീ വെച്ച് കൊടുക്കുന്നില്ലത്. എന്നിട്ട് വേണം എൻ്റെ ഓരോരോ പണി എടുക്കാൻ വേണ്ടിയിട്ട്. എത്ര പണിയെടുത്താലും ഓൻ എൻ്റെ ബാക്കിലുണ്ടാവും, അത് വേറെ കാര്യം. പിന്നെ എനിക്ക് ഹെൽപ്പാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഓൻ എന്നെ ഇങ്ങനെ മെസ്സിയാക്കി വെച്ചിട്ടുണ്ടായത്. മറ്റേ സൂപ്പിൻ്റെ ഒരു ഇതുണ്ടായിന് പാത്രം, അതെടുത്തിട്ട് കളിക്കുന്നുണ്ടായത് കേട്ടോ ഇന്നലെ രാത്രി. സോ അങ്ങനെ തന്നെ ഉണ്ടായിന്. പിന്നെ ഓനെ ഹെൽപ്പാക്കി തരുന്നുണ്ട്. ഞാൻ വിചാരിച്ച് എടുത്തേക്കാനായിട്ട് തരുന്നത്. ഭയ്യതാ എൻ്റേത് എനിക്ക് താന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുന്നത് ഓനെന്ത് ലാസ്റ്റ് ഓനെ എടുത്തിട്ട് പോയിട്ടാ. ഞാൻ വെറുതെ ആയില്ല, ഇനി ഇതേ കണിക്ക് ഓനെ ആക്കുമല്ലേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡോറ് ഓപ്പൺ ആക്കാൻ പോകുമ്പോൾ ക്ലോസ് ആക്കാൻ പോകുമ്പോഴത്തേക്ക് അയ്യൻ തന്നെ ഡോറ് ക്ലോസ് ആക്കിയിട്ട് ഉള്ളിൽ പോയിട്ട് ടീ ഓക്കെ കേട്ടോ. ഇതെല്ലാം ക്യൂട്ടായിട്ട് തോന്നി. പിന്നെ എന്ത് പറയല്, പിന്നെ കിച്ചണിൽ നേരെ കയറി ചെറിയ ചെറിയ അൽക്കുലത്തെ പരിപാടി കേട്ടോ. എന്താ പറയല് ജസ്റ്റ് ക്ലീനിങ് അതെല്ലാം. സോ എന്ത് പറയുക, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. ആദ്യം എനിക്ക് ലൈക്കും കമൻറ്റ് എല്ലാം അടിക്കുക. ജസ്റ്റ് പ്ലീസ് ആദ്യം എനിക്ക് ഷെയർ ആക്കാട്ടെ നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലിയെല്ലാം. അപ്പോൾ എനിക്ക് സപ്പോർട്ട് കുറേ കിട്ടുമല്ലോ, അതുകൊണ്ട് കേട്ടോ. പിന്നെ രാവിലെ തന്നെ അയ്യനിക്ക് ഞാൻ മുട്ട പൊങ്ങാൻ വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഓനിക്കെന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല കേട്ടാ. ഇനി ഞാനെപ്പോൾ തിന്നൊന്നും അറിയില്ല. എനിക്ക് ഈ പണിയെടുക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചൊക്കെ ഞാനവിടെ മുണ്ടാതെ കുത്തിരിക്കൂട്ടെ. എനിക്ക് പറ്റിയില്ല, ഇത് എന്തെന്നറിയില്ല. ഞാൻ കുറേ മാറ്റാൻ നോക്കി. ഇപ്പോൾ വെള്ളം പിന്നെ ഓക്കെ, വേറെ എന്തെങ്കിലും ഒരു വയറ്റിൽ എന്തെങ്കിലും ഒരു വസ്തു കയറി കഴിഞ്ഞെങ്കിൽ ഉണ്ടാവാം. പിന്നെ എൻ്റെ കൊണ്ട് പണിയെടുക്കാനേ പറ്റിയില്ല കേട്ടോ. അതിന് മുമ്പ് എല്ലാം പണി തീർത്തെങ്കിലേ രക്ഷപ്പെട്ട്. ആ ഒരു കയ്യിൽ എല്ലാം പണി തീരും, എന്തെങ്കിലും തിന്നാ തീർന്ന്. അതാണ് കേട്ടോ. പിന്നെ നേരെ ഞാൻ മുട്ട പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നില്ലത് കേട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ ഇന്നലത്തെ രാത്രിത്തെ കുറച്ച് പാത്രം ഉണ്ടായിന്. പാത്രം മീൻസ് ചോറിൻ്റെ കല മാത്രമേ ഉണ്ടായത്, വാർത്തിട്ടുള്ള ആ ഒരു ഇത് മാത്രമേ ഉണ്ടായത്. സോ പിന്നെ ഉമ്മ വാഷാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സ്. അത് ആറിടാൻ വേണ്ടിയിട്ട് പോകുന്നില്ലത്. ബാക്കിലത്തെ ഡോറിൽ ഓപ്പണാക്കി ഗ്യാസിൽ മുട്ട പൊങ്ങാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അതുവരെ അയനും എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടായിട്ടാ. അമ്മി 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 എന്ന് വിളിച്ചുകൊണ്ട് പോയിരുന്നുണ്ടായിന്. ഞാൻ എന്തെല്ലോ പറഞ്ഞിട്ട് ആ ടീമിൻ്റെ അടുത്തയക്കുക. എന്ന് വെച്ചാൽ ഓന് പുറത്തിറങ്ങിയെങ്കിൽ ഓൻ്റെ ബാക്കിലേ പായേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയാണ് ഓരോരോ കാരണം പറഞ്ഞിട്ട് ഉള്ളിലാക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പിന്നെ ഉള്ളിലാക്കിയത് കേട്ടോ. പിന്നെ നേരെ വന്നിട്ട് ഇനി എന്താ പറയില്ല ഡ്രസ്സെല്ലാം ആറിയിടണം. ഉമ്മ രാവിലെ എന്ന് പറയില്ലേ ഡ്രസ്സ് വാഷാക്കാനിടും. അതൊക്കെ എനിക്ക് ചോറും കുക്കറിൽ വെച്ചിട്ട് വിടും കേട്ടോ. അതുകൊണ്ട് ഈ പണി രാവിലെ വേഗം തീരും. ഡ്രസ്സ് വാഷ് ചെയ്യേണ്ടതും ചോറ് വെക്കേണ്ട പണി വേഗം ഉമ്മ തീർക്കും. അങ്ങനെ നേരെ ആറിടാൻ വന്നിട്ടുണ്ട്. ഇന്നെന്താ പറയുക, ഒരു ക്ലൈമറ്റ് ഓക്കെ ഉണ്ട് ഓക്കെ ഇല്ല ആ ഒരു ഇത് കേട്ടോ. ഒരു ഇരുട്ടുണ്ട്, ഒരു സൈഡ് വെളിയുണ്ട്, ആ ഒരു ടൈപ്പ് ഉള്ളത് കേട്ടോ. ഒരു പാങ്ങുണ്ടായിട്ടാ. പിന്നെന്താ പറയുക, പിന്നെ ബാക്ക് മുറ്റം എത്ര ക്ലീൻ ആക്കിയാലും മിസ്സായിട്ട് കിടക്കൂടെ, എത്ര ആക്കിയാലും. പിന്നെ നേരെ വേഗം എന്താ പറയുക, ആഹാ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേട്ടോ. അയ്യനും ചുമക്കുന്നില്ലത്. അവൻ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് അവന് വെള്ളം കുടിക്കുന്നില്ലത്. സോ അപ്പോൾ ചുമ കയറി. പിന്നെ ഓരോരോ പണിയിലുള്ളത് കേട്ടോ. എൻ്റെ പൊന്നെ ഇതെന്ത് പോരേന്നറിയോ, ഞാൻ നേരാക്കാൻ പോയി എൻ്റെ കാലിൻ്റെ വീണ് ജസ്റ്റ് മിസ് ഇട്ടാ.
അല്ലാ ഇല്ലെങ്കിൽ ഞാൻ എന്താ പറയുക എനിക്ക് ഇങ്ങനത്തതിൽ പെട്ടെന്നാവും കേട്ടോ ഈ എന്തെങ്കിലും കത്തിരി പണിയെടുത്താൽ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ അതിൽ നല്ല ഇതും കിട്ടും നമുക്ക് പണിയും കിട്ടും നല്ല നല്ല പാങ്ങിന് ഞങ്ങൾക്ക് ബ്ലഡ് അങ്ങനെ ഇങ്ങനെ എല്ലാം വരും മുറിഞ്ഞിട്ട് സോ അതുകൊണ്ട് കേട്ടോ ഞാൻ പേടിച്ചത് പിന്നെ അതാ മുറ്റം ഫുള്ള് മെസ്സായിട്ട് കിടക്കുന്നുണ്ട് എത്ര ക്ലീൻ ആക്കിയാലും ഈ മുറ്റം ഇതേ കണിക്കാവും കേട്ടോ ഫ്രണ്ട് സൈഡ് ഞാൻ അടിക്കാതെ കുറേ ദിവസമായിട്ടാ അപ്പം ഇന്ന് എന്തെങ്കിലും ഞാൻ ഫ്രണ്ട് സൈഡ് നോക്കണം പണി എന്തെങ്കിലും വേഗം ആയെങ്കിൽ മുമ്പിൽ മുറ്റടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ട് ഞാൻ ബാക്ക് നമ്മൾ അപ്പോൾ കിഞ്ഞോണ്ട് നിൽക്കുന്നതല്ലേ ഉമ്മ അടിക്കടിക്ക് ബാക്ക് സൈഡിലേ ഉണ്ടാവും സോ അതുകൊണ്ട് ഞാൻ എന്ത് പറയല് വേഗം ബാക്കിൽ ക്ലീൻ ആക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നില്ല കേട്ടോ പിന്നെ ഈ കുന്ത്രണത്തിനടുത്ത് ഞാൻ നടക്കുന്നില്ലത് പിന്നെ എന്താ പറയുക ഇപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു കമൻറ്റ്സ് വരാൻ തുടങ്ങിയിട്ടാ ഐ തിങ്ക് യൂട്യൂബിൽ എനിക്കൊരു 5 ആൾക്കാർ സ്ഥിരം ഏതെങ്കിലും ഒരാൾ സ്ഥിരം എല്ലാ വീഡിയോക്കും കമൻറ്റ് ഇടും അത് എനിക്ക് എല്ലാ വീഡിയോ സ്കിപ്പാക്കാതെ നോക്കും അതുകൊണ്ടുണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി സോ എന്താ പറയുക ഇപ്പം ഉണ്ടാകുമ്പോൾ എനിക്ക് ഇടയിൽ പോകാനുള്ള വ്ളോഗ് കിട്ടും കണ്ടൻറ്റ് എന്തെങ്കിലും കിട്ടും സോ ഇപ്പോൾ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഇങ്ങനത്തത് എന്തെങ്കിലും വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നുള്ളത് അപ്പോൾ എന്താ പറയുക ഇക്കാലം ഭയങ്കരമായിട്ട് മിസ്സാകുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇല്ലെങ്കിൽ ദിവസം നമ്മൾ എവിടെയെങ്കിലുമായിട്ട് കാണുന്നുണ്ട് ഇനി എവിടെയെങ്കിലും എന്നെ അച്ചക്ക് വരണം ഓൻ വന്നിട്ട് വേണം രാത്രി ചായ കുടിക്കാൻ പോകുമ്പോൾ ഓന് വന്നെങ്കിലുണ്ടല്ലോ ഫുള്ള് പെരുന്നാണ് എന്താ വെച്ചെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങും നല്ല രസമുണ്ടോ നല്ല വൈബ് എന്ന് പറഞ്ഞാൽ ഓന് വേറെ തന്നെ ഓൻ്റെ ക്യാരക്ടറിന് ഭയങ്കര ഡിഫറൻസ് ഭയങ്കര സപ്പോർട്ട് പറഞ്ഞെങ്കിൽ എടാ ചായ കുടിക്കാൻ പോകുമ്പോൾ പോവല്ല എന്നല്ല പറഞ്ഞിട്ട് പെട്ടെന്ന് ഓനെ ഇതാക്കോട്ടാ ഇക്കാനെങ്കിൽ പോവാനല്ലെങ്കിലും പോണ ഭയ്യ നോക്കുക അങ്ങനെ പറയും ഭയ്യ കൂട്ടിക്കൊണ്ട് പോകട്ടോ പക്ഷെ അച്ഛക്ക് അങ്ങനെയല്ല ഓ നമ്മളോട് തന്നെ ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കട്ടാ ഇത്തത്തെ നമുക്ക് എവിടെയെങ്കിലും പോയാലോ ചായ കുടിക്കാൻ പോയാലോ എന്തിന് അയ്യാനുണ്ടല്ലോ അയ്യനെ അച്ഛക്ക് എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ട് പോയെങ്കിൽ അച്ഛനോട് പറയും അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ചായ കുടിക്കാൻ പോവാന്നല്ല പറയും അപ്പോൾ ഓനെ മനസ്സപ്പന്നെ അളിയോട്ട് വാ പോവാന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ട്രിപ്പ് അത് എന്ത് ചായ കുടിക്കാൻ നമ്മൾ കാസർഗോഡ് പടന്ന് അങ്ങോട്ടെല്ലാം കൂട്ടിക്കൊണ്ട് പോകൂട്ടാ ലോങ് തന്നെ കൂട്ടിക്കൊണ്ട് പോകും നീലേശ്വരം ആ സൈഡിലെല്ലാം കൂട്ടിക്കൊണ്ട് പോകും സോ എന്താ പറയാ ഭയങ്കര ഒരു ഹാപ്പി ഓനുണ്ടാവുമ്പോൾ സോ ഇനി ഓന് വന്നിട്ട് വേണം നമുക്ക് ഒരു സ്ഥലം ചായ കുടിക്കാൻ പോകാൻ കുറേ സ്പോട്ടിൽ കണ്ടുപിടിക്കണം ഇപ്പോൾ കാഞ്ഞങ്ങളിൽ തന്നെ കുറച്ച് സ്പോട്ട് വന്നിട്ടുണ്ട് കേട്ടോ സോ ഇനി വേറെ ലോങ് എവിടെയെങ്കിലും ചായത്തിൻ്റെ സ്പോട്ട് ഈ കാഞ്ഞങ്ങാട് കാസർഗോഡ് ഏരിയത്തിലുണ്ടെങ്കിൽ ഒക്കെ കമൻ്റ് ആക്കണം കേട്ടോ എന്നിട്ട് ഓൻ വന്നിട്ട് വേണം എനിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ചായ കുടിക്കാൻ സോ ഇത് ഞാൻ മുറ്റെല്ലാം ക്ലീൻ ആയിക്കൊണ്ട് വന്നിട്ടാ ഇന്നുണ്ടല്ല നമുക്ക് രാത്രി ഫങ്ഷൻ ഉണ്ട് കേട്ടോ സോ മൈൻഡിലുള്ളത് സ്കിൻ കെയർ എല്ലാം ആക്കണം എല്ലാം നല്ല എന്തെല്ലാം പ്ലാൻ ഉണ്ട് പക്ഷെ നടക്കുമെന്ന് ഒന്നും അറിയില്ല കേട്ടോ ഉദ്ദേശിക്കുന്ന നമ്മൾ നൈറ്റ് ഒരു ഹൗസ് വാമിങ് ഉണ്ട് അതിന് പോകണം ഗായ്സ് പോകണം ഇപ്പോഴേ ഞാൻ പറഞ്ഞത് ഇവിടെ പോകാനില്ലാന്ന് പെട്ടെന്ന് ഓർമ്മയിട്ടാ അപ്പോൾ ഇന്ന് ഫാമിലി എല്ലാവരും ഒന്നിച്ചിട്ട് നമ്മൾ എന്താ പറയുക കുണിയ ആടെ ഒരു ഹൗസ് വാമിങ് ഉണ്ട് ആടെ പോകുന്നില്ല കേട്ടോ ഈ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ആക്കുമെന്ന് എനിക്ക് സത്യം അറിയില്ല സോ ഇന്നത്തെ രാത്രി തന്നെ കേട്ടോ നമ്മൾ എന്താ പറയുക ഹൗസ് വാമിങ്ങിന് പോകുന്നില്ലത് സോ ഇനി നേരത്തെ അതിനും കാണിച്ചിട്ടുള്ള പാത്രം ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ലത് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ബാക്കിൽ ആടെ ഈടെയുള്ള സൈഡെല്ലാം ക്ലീൻ ആക്കിയിട്ടെല്ലാം വന്നിട്ടുള്ളത് ഫസ്റ്റ് പുറത്തതെല്ലാം സെറ്റായിട്ട് കേട്ടോ ഞാൻ ഉള്ളിൽ കയറിയത് ഇല്ലെങ്കിൽ ഞാൻ ഉള്ളിൽ ഫസ്റ്റ് അടിക്കും പിന്നെയാണ് ബാക്കി പണി ഞാൻ ഇതാക്കും ഇത് ഫുള്ള് ഡിഫറൻസ് ആയിട്ട് പൊടിച്ചിട്ടാ എപ്പോഴും എനിക്കെന്തെന്നറിയോ ഇപ്പോൾ സ്ഥിരം ഒരു പണിയെടുത്തെങ്കിലല്ല ഇപ്പോൾ ഫസ്റ്റ് രാവിലെ എനിക്കും അടിക്കും അങ്ങനെ അതിൽ തന്നെ തുടങ്ങണം കേട്ടോ ഞാൻ ഇന്നലെ ഇങ്ങനെ അടിക്കിയിട്ടുണ്ടായി അതെന്നെ പിറ്റേ ദിവസം അതെന്നെ ആയിട്ടുണ്ടാവും അതെനിക്ക് കണക്കുണ്ടാവും എന്താ പറയലേ ഈ ടൈമിൽ ഇത് ബൈ വൺ അത് എനിക്ക് എന്താ പറയുക ആദ്യത്തായിട്ടാ അതുകൊണ്ട് സോ ഇന്ന് ഞാൻ വിചാരിച്ചു അടിക്കാതെ ഫസ്റ്റ് വേറെ എല്ലാം ഡിഫറൻസ് ആയിട്ട് പണിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാ സൈഡിലും ഞാൻ എത്തുന്നില്ലത് കേട്ടാ അപ്പോഴത്തേക്ക് അയ്യനു കണ്ട എനിക്ക് മുട്ട പൊങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് അയ്യനു പറയുന്നില്ലത് എനിക്ക് ബിസ്ക്കറ്റ് മതി അത് ഞാൻ പറഞ്ഞ ബിസ്ക്കറ്റ് കൊട്ടയിലൊന്നും എടുത്തിട്ട് കഴിച്ചു ഇല്ല എനിക്ക് പ്ലേറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു പ്ലേറ്റ് അല്ലേ പ്ലേറ്റ് എന്നിട്ട് പറയുന്നത് അപ്പോൾ ജ്യൂസ് എടുത്തിട്ട് തരുമോ എന്തെല്ലാം വെച്ചൊക്കെ എനിക്ക് ഓർമ്മ പാല് കുടിച്ചാൽ പിന്നെ ഓക്കെ പാല് കുടിക്കില്ല കേട്ടോ വെറുതെ വേസ്റ്റൊക്കെ ഒരു ഗ്ലാസ് പാൽ അങ്ങനെ തന്നെ ഓനും വരയ്ക്കും കുടിക്കില്ല ആടെ തന്നെ വെക്കും പക്ഷേ അവൻ്റെ കുപ്പിപ്പാലിന് ഒഴിച്ചു കൊടുത്തെങ്കിൽ അവന് ഫീഡിങ് ബോട്ടിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തെങ്കിൽ അത് തന്നെ കുടിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ
സോ എന്താ പറയല് അങ്ങനെ ഉമ്മാരെയൊക്കെ സോപ്പിങ് ഇടാൻ പോവുക ഞാനും മാമ പാല് വേണമെന്ന് പറഞ്ഞിട്ട് വല്ല പോയിട്ടാ ഉമ്മ മനസ്സലിഞ്ഞിട്ട് ഞാൻ കുപ്പിയിൽ കുടിക്കില്ല, ഞാൻ കുടിക്കുന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിലേ കുടിക്കുന്നുണ്ടെങ്കിൽ തരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാശി പിടിക്കൂട്ടാ. സോ ഓരോരോ ശീലം മാറ്റാണല്ലോ അവനെ. കുറച്ച് വലുതായിക്കൊണ്ട് വന്നല്ലേ എന്നെ അംഗൻവാടി എല്ലാം ഇട്ടണം. ഞാൻ വിചാരിച്ച് തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്കും അവനെ അംഗൻവാടി എല്ലാം ഇടാമെന്ന് വിചാരിച്ചത് ഇട്ടാം. സോ ഇന്നാണ്, അതായത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, സോ അന്ന് പിന്നെ ഉമ്മ ചുമ്മില്ലാത്തതുകൊണ്ട് പിന്നെ ഒറ്റയ്ക്ക് തന്നെ എങ്ങനെ പോലെയെന്ന് പറഞ്ഞിട്ട് പേർക്ക് ഉപ്പവും ഫുഡ് കഴിക്കാൻ വരുമല്ലോ, അപ്പോഴത്തേക്ക് എല്ലാം കഴിയട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ ചേർക്കാൻ പോയിട്ടാ. സോ ഇനിയിപ്പോൾ ചേർക്കാൻ പോകുന്നതൊന്നും ഐഡിയ കിട്ടുന്നില്ല. ഒരിക്കൽ തിങ്കളാഴ്ച ആയി, ഒരിക്കൽ തിങ്കളാഴ്ച അവന് ഹോസ്പിറ്റലായി, പിന്നെ അവന് ടയർഡ്നെസ് അങ്ങനെയെല്ലാം ഉണ്ടായിന്. കുറച്ച് ഓക്കെ ആയിട്ടെന്ന് പറഞ്ഞു, ഇപ്പോൾ കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്. സോ ഈ തിങ്കളാഴ്ച ചേർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായത് പറ്റിയിട്ട. ഇനി നാളെ നമുക്ക് വേറൊരു സ്ഥലം വരെ പോകാനുണ്ട്. സോ എവിടെയെന്ന് പറഞ്ഞിട്ട് ഇനി അടുത്ത വ്ളോഗിൽ ഞാൻ പറയൂട്ടാ, എന്തെങ്കിലും പറയാമല്ലോ. സോ അപ്പോൾ നാളെയോ ആയില്ല, നെക്സ്റ്റ് നോക്കണം എന്താ പറയുക, എപ്പോൾ അവനെ ചേർക്കാൻ പോകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് വേഗം ചേർക്കണം. എന്താ വെച്ചെങ്കിൽ അവർക്ക് കുറച്ച് കഴിഞ്ഞ് സ്കൂളെല്ലാം പോകുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ച് മനസ്സിലാവല്ല. ഇത് പെട്ടെന്ന് ഡയറക്റ്റ് എൽ കെ ജിയിലെല്ലാം ചേർക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് എൽ കെ ജിയിൽ എന്തെങ്കിലും ചേർക്കണം എന്ന് പറഞ്ഞിട്ട് അംഗനവാടി എന്തെങ്കിലും ചേർക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടാ. സോ എന്താ പറയലേ, അങ്ങനെ നേരത്തെ അടിച്ച് വാരിയെല്ലാം ചെയ്ത് ഇനി തോർത്തുന്നില്ല കേട്ടാ. ഉമ്മയും ചുമയില്ലാത്ത കൊണ്ട് ഒരു ചെറിയൊരു മിസ്സാകുന്നുണ്ട്. എന്താ വെച്ചെങ്കിൽ രാവിലെ അവരുണ്ടാവല്ല, ഇടയ്ക്കിടയ്ക്ക് ചുമ ഇഞ്ചക്ഷൻ വെക്കാൻ പോകുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല മിസ്സാകുന്നുണ്ട്. ഇല്ലെങ്കിൽ അയനുണ്ടല്ലോ രാവിലെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഉമ്മാനെ അൽബാക്കി കോണുണ്ടാവും കേട്ടോ. ഇല്ലെങ്കിൽ ഉമ്മാനെ എന്തെങ്കിലും ഉമ്മ ഫോൺ വിളിക്കുന്ന കൂറ്റ എന്തെങ്കിലും കേൾക്കുന്നുണ്ടാവും. ഇതൊന്നുമില്ല കേട്ടോ, പേര മൊത്തം സൈലൻ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഇക്കക്ക് ഫോൺ വിളിക്കാന്ന് പറഞ്ഞിട്ട് നോക്കിയെങ്കിൽ ഇക്ക എണിച്ചിട്ടുണ്ടായിരുന്നു ഉറപ്പായി. ആകെ ഇപ്പം എത്ര മണി, 8:30 മണിയായിട്ട് കൂട്ടാം. അപ്പം ഞാൻ ചോദിച്ചു, ഇക്ക രാത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ 9-9:30 ആകുമ്പോഴത്തേക്ക് വിളിക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഓർമ്മ ഉണ്ടെങ്കിൽ വിളിക്കുക ഇക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് ഈ പണീൻ്റെ ഇടയിൽ അത് മറന്നു പോയിട്ടാ. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറയുക, ഒരു 9:45 ആകുമ്പോഴത്തേക്ക് ഇക്ക വിളിക്കുന്നുണ്ട്. അയ്യോ നീ എന്നെ വിളിച്ചില്ലല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് എനിക്ക് മറന്നു പോയിട്ടാ. അപ്പോഴത്തേക്ക് മുട്ട പൂങ്ങിയിട്ടായി. പിന്നെ എന്താ പറയല്, അത് തൊള്ളിയിട്ട് കൊടുക്കണം. എന്താ വെച്ചെങ്കിൽ 2 ബിസ്ക്കറ്റ് ഒന്നിന്. അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ, മുട്ട തിന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട്. മുട്ട കണ്ടപ്പാടുണ്ടല്ലോ അതിന് പാഞ്ഞുകൊണ്ട് വന്നിട്ട് എനിക്ക് ബിസ്ക്കറ്റ് വേണ്ടമ്മ ഞങ്ങൾക്ക് മുട്ട മതി എന്ന് പറഞ്ഞ് അവന് കയറി നിന്നത് ഏതെന്നറിയാം. ഞാൻ വയ്യെത്തിട്ടാകുമ്പോൾ ഈ ഒരു റിയാക്ഷനും നേരെ ഉള്ളിൽ കയറി. ഞാൻ എന്തെല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ അത് ബയ്യത്തിന് ഞാൻ ബാപ്പനോട് പറഞ്ഞു നോക്കും, അമ്മി തച്ചെന്ന് പറഞ്ഞിട്ട് മാമ ബെറ്റർ എന്തെല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നില്ല ഇത്. പിന്നെ അതാ ഇത് കണ്ടിട്ട് എൻ്റെ ബോധം പോയി. എനിക്കിഷ്ടമില്ല. എൻ്റെ മോളുണ്ടല്ലോ ഇപ്പം 2-3 ദിവസത്തിൻ്റെ ഡ്രസ്സ് ഞാൻ മടക്കി വെക്കാതെ അങ്ങനെ തന്നെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പം താഴെ മാത്രം ക്ലീൻ ആക്കുന്നില്ല, എൻ്റെ മോളുടെ റൂം ക്ലീൻ ആക്കുന്നത് ഇന്നത്തേക്ക് 4 ദിവസമായി. എൻ്റെ റബ്ബേ ഡ്രസ്സെല്ലാം ഉണ്ടല്ലോ മടക്കാനുള്ളതെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ അല്ലാ, എനിക്ക് ഓർക്കുമ്പോൾ ക്ഷീണം പിന്നെ ഞാൻ എൻ്റെ റൂമെല്ലാം ഞാൻ ക്ലീൻ ആക്കണ്ടേ. അത് എന്തെങ്കിലും നടക്കില്ല, എൻ്റെ വോൾട്ടേജ് ഇപ്പം തന്നെ തീർന്നുകൊണ്ട് വന്നിന്. സോ എന്താ പറയല്, എനിക്ക് പറ്റുന്നേ ഇല്ല കേട്ടാ. എനിക്ക് മുകളിൽ താഴെ ഒന്നിച്ചിട്ട് എന്താ പറയല് ഫുള്ള് ക്ലീൻ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഞാനിത് ഫുള്ളായിട്ട് ആക്കിയെങ്കിൽ ഞാൻ കടത്തത്തിലാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്താക്കി ഒരു ദിവസം താഴെ ആക്കിയെങ്കിലും ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മുകളിലത്തെ റൂം ക്ലീൻ ആക്കും കേട്ടോ. അങ്ങനെ ആക്കും. പിന്നെ എൻ്റെ റൂം ഇങ്ങനെ മെസ്സി ആയില്ല. പിന്നെ ഈ അയ്യാനുണ്ടല്ല ഓരോരോ സാധനം ഓരോരോ സ്ഥലത്ത് ഇടും, എല്ലാം നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഓനെ മരുന്നെല്ലാം എടുത്തിട്ട് ജനൽ വെക്കും. ഒരു സൈഡിലെല്ലാം നല്ല പാങ്കിൽ വെച്ചിട്ടുണ്ടാവും, അത് ഫുള്ള് മെസ്സാക്കിയിട്ട് വെക്കും കേട്ടോ. മറ്റേച്ചാലൊന്നും മെസ്സായില്ല. പിന്നെ കുറേ ഡ്രസ്സ് മടക്കി വെക്കാനുണ്ട്. അത് കാണുമ്പോൾ എൻ്റെ എനിക്ക് പറ്റുന്നേ ഇല്ല കേട്ടോ. പിന്നെ എന്താ പറയല്, നേരെ വീണ്ടും കിച്ചണിൽ കയറി കുറച്ച് എന്താ പറയുക ക്ലീനിങ് എല്ലാം ഉണ്ടായിന്. ഇനി ഈ കിച്ചണിൽ എത്ര ക്ലീനിങ് ആക്കിയാലും മതിയാന്നില്ല കേട്ടോ. ഒക്കെ ബേനയാലേ. പിന്നെ എന്താ പറയല്, ഇനി നേരെ പത്തലാക്കാൻ പോകുന്നില്ലത് കേട്ടോ. ഞാൻ ഉമ്മ അരി അരച്ചച്ചിനെ എന്തെല്ലാം നോക്കി ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ നമ്മൾ ദോശ പൂരി ചുട്ടിട്ടാണ് നെയ്പ്പത്തിൽ അങ്ങനെ ഓരോരു ദിവസം ഓരോരോ വെറൈറ്റി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കി ഉമ്മ എന്തെങ്കിലും ദോശയൊക്കെ കലത്തപ്പൊക്കെ എന്തെങ്കിലും അരച്ച് വെച്ചിട്ടാണ്, പക്ഷേ അരച്ച് വെച്ചിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഞാൻ ചോദിച്ചു പത്തൽ ചൂടാന്ന് പറഞ്ഞിട്ട് പത്തലിന് ഞാൻ കുഴക്കുന്നില്ലത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ വന്നിട്ട് പത്തലും
വേറെന്ത് മുട്ടക്കറി ഇട്ടാ ഞാൻ ഇന്ന് മുട്ടക്കറി കുറച്ച് വെറൈറ്റി പിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഉപ്പ് എത്താതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് തോന്നിയിട്ടാ. ഇപ്പോൾ എത്ര 9 കാലമായിട്ടുള്ളത്. സോ ഉപ്പ വരുമ്പോഴത്തേക്ക് എൻ്റെ പത്തലും കറിയാണ്. കറി ഞാൻ വിചാരിച്ചു കറി ഉണ്ടെന്ന്, പക്ഷേ ചട്ടീനാണ് ഇട്ട. ചട്ടീന്ന് നോക്കുമ്പോൾ കറിയില്ല, കാലി ചട്ടി, ബേജാറായിപ്പോയി. അങ്ങനെ ഞാൻ വിചാരിച്ചു വേഗം പത്തൽ ചുട്ടിട്ട് പിന്നെ കറിയാക്കാമെന്ന് വിചാരിച്ചിട്ടാ. ഫസ്റ്റ് കുഴച്ച് വെച്ചിട്ട് ഞാൻ ചിന്തിച്ചേ കറിയാക്കിയിട്ട് പത്തൽ ചൂടാണ് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ വിചാരിച്ച് വേണ്ട, പത്തൽ ചുട്ടിട്ട് തന്നെ മുട്ടക്കറി വെച്ചാൽ മതി. എന്താ വെച്ചാൽ മുട്ട പൂങ്ങിയിട്ടാണ് അത്ര. ഫസ്റ്റ് ഞങ്ങൾക്ക് ഓർമ്മയില്ലാതെ ഞാൻ 2 മുട്ട പൂങ്ങിയിട്ടു. പിന്നെ അപ്പനെ മുട്ട ഇപ്പം എടുക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് അപ്പനും പൊങ്ങാൻ വെച്ചാൽ മതിയായിരുന്നല്ലേന്ന്. ഞാൻ പിന്നെ കേട്ടോ ചട്ടി നോക്കിയത്, പിന്നെ ഉമ്മക്കൊക്കെ വിളക്കുമ്പോൾ പറഞ്ഞു മുട്ടയുണ്ടെന്ന് മുട്ടക്കറിയാക്കിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ പത്തൽ ചൂടാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ആടെ ക്യാമറ സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോഴത്തെ ആയനെ വന്നിട്ട് അൽബോക്കിട്ടുള്ളൂ എൻ്റെ പത്തലും ചൂടാനും വെച്ചിട്ട് ഞാൻ ക്യാമറ ഇതാക്കിയിട്ട് ട്രൈബോർഡെല്ലാം എവിടെല്ലോ കൊണ്ടുവച്ച് ഫ്രിഡ്ജിൻ്റെ മുകളിലെല്ലാം കൊണ്ടുവച്ച്. എന്തെന്നറിയോ എൻ്റെ പൊന്നെ, കാലുണ്ടല്ലോ കാലിൻ്റെ അടിയിലിരുന്നിട്ട് കാലിൽ നേലിക്കൊണ്ടിക്കല്. ഞാൻ വീണങ്ങ് പോയല്ലേ, ഞാൻ അത്രയ്ക്കേ ഉള്ളൂ. ഓൻ്റെ താക്കത്തും എനിക്കില്ല കേട്ടോ. കുറേ നേരം എൻ്റെ ബാക്കിലേ അലമ്പാക്കി കോണ്ടി വീഴുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് എന്താ പറയല്, ഞാൻ പറഞ്ഞു അത് ആരിത് ഓർമ്മ നിൽക്കുന്നുണ്ട്, മാമ വന്നു നോക്കും. ജനലിൽ നോക്കുമ്പോൾ പാഞ്ഞോണ്ട് പോയി. അപ്പോൾ എനിക്ക് കുറച്ച് റെസ്റ്റ് കിട്ടും. ബാക്കിലേ വന്നിട്ട് അലമ്പാക്കൂട്ടെ. ഇത്ര പണിയെടുക്കുമ്പോഴത്തെ ഓനെ എൻ്റെ ബാക്കിലേ ഉണ്ട്. അങ്ങനെ ഞാൻ ഇന്നുണ്ടല്ലോ കുറച്ച് മുട്ടക്കറി ഡിഫറൻസ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് ഞാൻ ഫസ്റ്റ് ട്രൈ ആക്കിയിട്ടുള്ളത് ഇട്ടാ. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, അല്ല ഉപ്പ എന്ത് പറയും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നല്ല ഉപ്പ എല്ലാം തിന്നു കേട്ടാ, നല്ല ഭയങ്കര തിന്ന്. അപ്പോഴത്തേക്ക് ഇത് ഉപ്പ വന്ന് ഉപ്പക്ക് ചായം വെച്ച് കൊടുത്ത്. എൻ്റെ കറി ആവലും ഞാൻ അങ്ങോട്ട് തിരിയലും ഉപ്പാനെ ഓർമ്മ കേട്ടിട്ടാ. സോ അങ്ങനെ ഉപ്പക്ക് ചായയിൽ റെഡിയാക്കിയിട്ട് വെക്കുന്നില്ലത്. അപ്പം ഉപ്പ എന്താ പറയുക എന്ത് സൗണ്ട്, അയാന് താഴ്ന്ന് കുലുമാലിട്ട ചെമ്മു അയാന് കുലുമാലാക്കുന്നില്ല, അതിൻ്റെ ആ സൗണ്ട് കേൾക്കുന്നില്ലത്. അപ്പോഴത്തേക്ക് ഉപ്പ ഉണ്ടല്ല വരുമ്പോഴത്തേക്ക് എന്താ പറയുക ഉച്ചക്കത്തുള്ള വറവിനും പിന്നെ പാലും പിന്നെ അയനിക്ക് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവരും കേട്ടോ. അത് മസ്റ്റ്. ഈ ഉപ്പ ഈ സമയം വന്നിട്ടാകുമ്പോഴത്തേക്ക് ഞാൻ വിളിച്ച് ചോദിക്കും എക്സ്ട്രാ എന്തെങ്കിലും വേണം, തക്കാളി ഉള്ളി എന്തെങ്കിലും വേണമെന്ന്. ഇല്ലെങ്കിൽ ഉപ്പനെ എന്തെങ്കിലും കൊണ്ടുവരും കേട്ടോ. അത് ഇന്ന് ഈ സാധനം ഇത് പയറാ ബീൻസാ, അത് എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ കേട്ടോ. പയർ തന്നെ കേട്ടോ ഇത്. എനിക്ക് ബീൻസും പയറും എപ്പോഴും കൺഫ്യൂഷൻ കേട്ടോ. ഇത്രയെല്ലാം ആക്കിയിട്ടും എനിക്ക് കൺഫ്യൂഷൻ വരും. അപ്പം ഇത് എനിക്ക് പയറും തോന്നുന്നു, പയർ തന്നെ. അങ്ങനെ ഇന്ന് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുള്ളത് ഉറുമാമ്പഴം. ഓൾറെഡി ഒന്നുണ്ട് കേട്ടോ. ഇന്നലെ മുഞ്ഞാന്ന് ഉപ്പ ഉറുമാമ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായത്. സോ എന്ത് പറയില്ലേ, അതുകൊണ്ട് ആപ്പിളല്ല ഇത് പേരക്ക കൊണ്ടുവന്നിട്ടുണ്ടായത്. അങ്ങനെ ഞാൻ എന്താ പറയില്ലേ മുഞ്ഞാനുണ്ടായ ഉറുമാമ്പഴം ഇതാക്കിയിട്ടോ. മുഞ്ഞാൻ ഉറുമാമ്പഴം എന്ത് ടേസ്റ്റ് എന്നറിയോ, നല്ല രസമുണ്ടായിനി. ഞാൻ ഫ്രൂട്ട്സ് അങ്ങനെ തിന്നില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ ഞാൻ എന്താക്കിയെന്ന് വെച്ചെങ്കിൽ എനിക്കിങ്ങനെ തൊല്ലുമ്പോൾ ഇങ്ങനെ വായിക്കിടും. നല്ല ടേസ്റ്റ്, മുഞ്ഞാനും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതേ ടേസ്റ്റ് ഇന്നുണ്ടായി കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, നല്ല റെഡ് ആയിട്ടുണ്ട്. സോ എനിക്കത് കൊടുത്തിട്ട് നേരത്തെ ഉച്ചത്തിൻ്റെ വറവിന് എല്ലാം മുറിച്ചേക്കുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ചുമ വന്ന് പിന്നെ എന്താ പറയുക ഉപ്പ ചായ കുടിക്കുന്നുണ്ടായിന്. അയനോടെ അവരെ കൂടെ നിന്നിട്ട് കുലുമാലാക്കുന്നുണ്ടായിന്. ഇവർ ഉമ്മ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഉമ്മൻ്റെ ബാക്കിലേ അയനുണ്ടാവും. ഉമ്മ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ റബ്ബേ എൻ്റെ അലുമ്പോക്കിയിട്ട് കൊല്ലും. ഇല്ലെങ്കിൽ ഉമ്മാനെ അലുമ്പാക്കിയിട്ട് കൊല്ലും കേട്ടോ. മിക്സ് ആക്കിയിട്ട് അലുമ്പാക്കിയിട്ട് കൊല്ലും. ഇപ്പോൾ എന്നെ ഉണ്ടല്ലോ ഉമ്മ ഇല്ലാത്ത മുതലെല്ലാം എന്തൊക്കെ എടുക്കുന്നില്ലത്. അപ്പോഴത്തേക്ക് ഉമ്മ വന്നിട്ട് ഞാൻ എന്തോ ഫുഡ് തിന്നുന്നില്ലെന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെ വന്നിട്ട് മിയോ എനിക്ക് തരുമോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതെന്ത് നിൽക്ക് തരലെന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് ഞാൻ ആ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടാ. ഞാൻ വിചാരിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്നെ ഫുഡ് കഴിക്കാമെന്ന് അറിയിച്ച് ഉള്ളത്. പിന്നെ വറവാക്കുന്നില്ലത് കേട്ടോ. വറവെല്ലാം ആക്കി സെറ്റായിട്ട് ഞാൻ നേരെ ഉമ്മനോട് പറഞ്ഞു ഞാൻ കുറച്ച് നേരം കിടക്കുന്നത് ഉമ്മ ഗ്യാസ് ഒന്ന് ഓഫാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി വറവ് എല്ലാം സെറ്റാക്കിയിട്ട് വെച്ച് ഞാൻ ഇതാക്കും. പക്ഷെ തിന്നില്ല കേട്ടോ. ഇതെല്ലാം എൻ്റെ ഹെൽത്തിന് നല്ലതെന്ന് ഡോക്ടർ എപ്പോഴും പറയും പച്ചക്കറി തിന്നണമെന്ന് അറിയിച്ചു. ഞാൻ തിന്നില്ല കേട്ടോ, എന്തെന്നറിയില്ല. പിന്നെ അത് നേരെ റൂമിലെത്തിയ കൈസ് ഇനി കുറച്ച് നേരം ഉണ്ടല്ലോ കിടക്കണം. ഇതാ പുറത്ത് കണ്ട ഫുള്ള് അമ്പലിട്ടാ. നിങ്ങൾക്ക് നേരെ കാണുന്നുണ്ടോ അറിയില്ല, പക്ഷെ ഫുള്ള് അമ്പൽ പോവും. കണ്ട എൻ്റെ റൂം മെസ്സേജായിട്ട് കിടക്കുന്നില്ല. ഇനി ഇത് ക്ലീൻ ആക്കണ്ടേ, ഇപ്പം ക്ലീൻ ആക്കാൻ്റെ ശേഷി എനിക്കില്ല. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കണ്ടാട്ടെ. ഇതിനെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ബായ്.